ഹായ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ട് നമ്മുടെ പെരയ്ക്ക്. അത് ആദ്യമായിട്ട് വന്ന് കയറുന്നത് ഒരു കുഞ്ഞ് കിളി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ചെറിയ പൂവേലയൊക്കെ തേൻ കുടിക്കാൻ വരുന്ന ഒരു കിളിയാണ്. അത് മേളിലൊക്കെ എൻ്റെ ഒരു കുഞ്ഞ് ഒത്തിരി പൂക്കളുള്ള ചെടിയുണ്ട്. അതെല്ലാം തേൻ കുടിക്കാൻ എപ്പോഴും വരുന്നത് ഇങ്ങനത്തെ കിളികൾ. ഇത് എങ്ങനെയോ ഇന്ന് ഡോറ് തുറന്നിട്ട് ഇപ്പോൾ അകത്ത് കയറുക. അന്നേരം ഇങ്ങനെ പുറത്തോട്ട് പോകാതെ ഇങ്ങനെ അകത്ത് നിന്നപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്നെ കുടിക്കാൻ പഞ്ചസാരപ്പാനി ഇങ്ങനെ കുഞ്ഞു കിളികൾ കുടിക്കുമെന്നൊക്കെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാരപ്പാനി കലക്കി വെച്ച് കുടിപ്പിക്കാൻ നോക്കിയതാണ്. പുള്ളിക്കാരി അതിനകത്ത് കുളിച്ച് മൊത്തം പഞ്ചാരപ്പാനിക്കകത്ത് കുളിച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് തുടച്ച് ഒരു സോഫ്റ്റ് തുണി ഒന്ന് നനച്ചിട്ട് ഞാൻ അതങ്ങനെ അതിന് പറക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിറക് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് പറപ്പിച്ച് വിടാമെന്ന് വിചാരിച്ചു. കുഞ്ഞ് പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് പക്ഷികളെ കാണാം. പക്ഷെ പിടിക്കാനൊക്കെ എനിക്ക് പേടിയാണ്. എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. അക്കുന് ഭയങ്കര പേടിയാണ്. അക്കു ഓടും. പാമ്പിനെ കാണുന്നല്ലോ അക്കു ഓടുന്നത്. പക്ഷേ ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുക. ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. പിടി 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 നിക്കട്ട് കൊത്തുന്നുണ്ടോ? കുഞ്ഞതാണേലും അതിൻ്റെയൊക്കെ അഹങ്കാരം. ഇതാണ് ആള് കണ്ടോ. ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ എൻ്റെ കൈക്കെട്ട് കിടന്നങ്ങ് കൊത്തുക. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഇനി ഞാൻ തുണി കൂട്ടി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഈ പഞ്ചസാരപ്പനി എൻ്റെ ദേഹത്തെല്ലാം ആയിട്ടുണ്ട്. തുടച്ചിട്ട് അങ്ങ് പറപ്പിച്ച് വിടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അക്കുവിന് ഭയങ്കര പേടി. അക്കു 8 അടി ദൂരം മാറി നിൽക്കുക ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇട്ടിരിക്കുക. അവളെൻ്റെ കൈ വെച്ചുകൊണ്ട് അക്കു പതുക്കെ തൊട്ട് നോക്കുക. അക്കുവിന് പേടി ഇച്ചിരിയേ ഉള്ളൂ. എനിക്ക് പേടിയാണ്. കയ്യിലിങ്ങനെ കിടന്നിങ്ങനെ എൻ്റെ കൈക്കിട്ട് അങ്ങ് കൊത്തുക. കുഞ്ഞാണെങ്കിലും ചുണ്ട് വെച്ചിട്ട് ഭയങ്കര ഷാർപ്പായിട്ടാണ് കൊത്തുന്നത്. അപ്പോൾ ഇപ്പം അങ്ങ് വിടും. അപ്പോൾ കണ്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വലിയ സൂലൊക്കെ പോയിട്ട് ഇങ്ങനെ നാളെ അങ്ങനെയൊക്കെ എടുത്തിട്ട് മൈസൂരൊക്കെ പോയപ്പോൾ ഞാൻ വലിയ പക്ഷികളെയൊക്കെ എൻ്റെ അങ്ങനെ തത്തയൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കാണാം. പക്ഷേ ഞാനിങ്ങനെ കൈ കൊണ്ട് പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ ശ്രമിച്ച് നോക്കിയതാണ്. പക്ഷെ തുണിയിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിപ്പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമുക്കിതിനെ പറപ്പിച്ച് വിട്ടേക്കാം. ഒന്ന് തുടച്ചിട്ട് ഞാൻ മേളിൽ ടെറസിലെ ആ ചെടിയെ തന്നെ കൊണ്ട് വെച്ചേക്കാം. ഈ ചെടിയല്ല എപ്പോഴും വന്ന് തേൻ കുടിക്കാൻ വരുന്നത് കണ്ടോ ഈ പൂവേന്ന്. അപ്പോൾ ഇവിടെ തന്നെ വിട്ടേക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്നും കണ്ട് അങ്ങനെ കൊണ്ടുവന്നു. കാരണം ആളിനെ ഇപ്പോഴാണ് ശരിക്കും നമ്മളൊന്ന് കാണുന്നത് കണ്ടോ. കയ്യിലത്ത് വന്നപ്പോൾ എൻ്റെ കയ്യെ കത്തി പിടിച്ച് വെച്ചിട്ടുണ്ടോ. അടിച്ചു വെച്ചിരിക്കും എൻ്റെ കയ്യിൽ. ചെടിയിൽ തേൻ കുടിക്കാതെ എൻ്റെ കൈ കടിക്കുന്നുണ്ടോ. അത്രേ ഉള്ളൂ. വലിപ്പം കണ്ടോ. അയ്യോ പോയി ഞാൻ ചെടിയെ വെക്കാൻ കണ്ടു. പുള്ളിക്കാരി മരത്തെ ചെന്നു. അയ്യോ ചെടിയെ വെക്കാൻ കൊണ്ടുവന്നാൽ മരത്തെ പോയിരുന്നു. പോട്ടെ മറന്നു പോട്ടെ.